എന്റെ ഡാഡിക്കും ഇതേപോലൊരു പറ്റി വലിച്ചിട്ട് പിടിക്കാൻ നോക്കി. എന്നിട്ട് ഡാഡിയും പടതായ ആയില്ല, അയേനെ പശുവിനെ കറക്കുമ്പോ മൂക്കേറെ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് അകിടെ പിടിക്കാൻ നോക്കി. പശു ഒരു ഒറ്റ ചവിട്ട് ഒരു ദിവസം മുഴുവൻ ചാണകം കുടിക്കാത്ത കിടന്നു. ഒരൊറ്റ കുഞ്ഞുങ്ങൾ അറിഞ്ഞില്ല. അതെ, അങ്ങനെ ചാണകനാറ്റ കേസ് ആയിരുന്നില്ല എൻ്റെ അപ്പം വർക്ക് ചെയ്താൽ. അറിയോ, അപ്പൻ ഇരുന്നതേ തെങ്ങിന്റെ മണ്ടയിലായിരുന്നു. മനസ്സിലായോ? അപ്പൊ പിന്നെ ഈ വലിച്ചിട്ട് പിടിക്കാൻ നോക്കിയെന്ന് പറഞ്ഞ ഉണക്കമടലായിരുന്നു. മണ്ടയിലിരുന്ന് വലിച്ചത് കഞ്ചാവും, പിടിക്കാൻ നോക്കിയത് അമ്പിളി അമ്മാവനായിരുന്നു. അമ്മ പിന്നീട് പറഞ്ഞപ്പോഴറിഞ്ഞത് ഇത് അപ്പൻ്റെ സ്ഥിരം കലാപരിപാടിയായിരുന്നു. അന്ന് തുടങ്ങിയതാ എൻ്റെ ഈ കഞ്ചാവിനോടുള്ള യുദ്ധം. എന്നിട്ട് അമ്മ ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അമ്മ വീട്ടുകാർ റെയിൽവേ പണിക്ക് വന്ന ഏതോ ഹിന്ദിക്കാരന് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നെ അവർ ഓർഫനേജിൽ ഫ്ലോർ അസിസ്റ്റൻ്റ് അടുത്ത് ആക്കി. പിന്നീട് ഞാൻ എൻ്റെ അച്ഛനും അമ്മയും കണ്ടത് ദൈവൻ്റെ നാടൻ പാട്ടിൽ മാത്രമായിരുന്നു. അങ്ങനെ രാജാവ് യാത്രയായി. എടാ, കുറുക്കം പിടിച്ച പോലെ കൂടുതൽ ചുറ്റും കുറച്ച് പപ്പും കൂടെ ഇട്ടേക്കണേ. നല്ല മസ്താനെ, ഈ കോഴിക്കോട് ഇങ്ങനെ പല്ലക്ക് പോലെ ഇങ്ങോട്ട് അത് ഞാൻ തന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്തൊരു തന്ത്രമാണ്. കൂടോടെ പൊക്കിക്കൊണ്ടുവരുമ്പോൾ കോഴികൾ വോളോ ബസ്സിൽ ഒരു ടൂർ പോവുകയാണെന്നുള്ള ഭാവത്തിൽ ഞെളിഞ്ഞന്തം വിട്ടങ്ങനെ നിന്നോളൂ. പിന്നീട് നനഞ്ഞ തോർത്തിട്ട് പിടിക്കുമ്പോൾ വീഗാലാൻഡോ വാഴച്ചാലോ എത്തിയിട്ട് കുളിക്കാൻ ഇറങ്ങുവാണെന്ന് കരുതി ഡീസൻ്റായി കാറാതെ ഒച്ച വയ്ക്കാതെ അങ്ങ് സഹകരിക്കും. ഇനി അഥവാ കാറിയാ തന്നെ ഇത് നമ്മുടെ ഭാസ്കരേട്ടൻ്റെ തോട്ടമല്ലേ, പകല് പോലും ഇവിടെ ആരും വരില്ല. ഭാസ്കരേട്ടന് അത്രയ്ക്ക് പേടിയാണ് ഈ നാട്ടുകാർക്ക്. പേടിച്ചിട്ട് തന്നെ അല്ലാണ്ട്. മുമ്പ് ഇതൊരു ശവപ്പറമ്പായിരുന്നല്ലോ. അയ്യോ, പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും പറയില്ലേ പ്ലീസ്. പാട്ടിന് തളം പിടിക്കാൻ വേണ്ടി താങ്കൾ പറമ്പിൽ നിന്നെടുത്ത് കൊട്ടിക്കൊണ്ടിരിക്കണം. എന്താണെന്ന് നോക്കൂ. ഒരണക്ക തേങ്ങ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ശരിക്കും നോക്കുന്നേ. കോളേജ് ഹോസ്റ്റൽ ജീവിതത്തിലെ ഏറ്റവും രസമുള്ള അനുഭവങ്ങൾ ഓരോന്നായി സംഭവിച്ചു തുടങ്ങി. കായലിന് നാഷണൽ ടീമിൽ സെലക്ഷൻ കിട്ടി. അപ്പോഴേക്കും മസ്താനായി എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ നേതാവ്. വൈകുന്നേരങ്ങളിൽ കായലിൻ്റെയും മജുവിൻ്റെയും കളി കണ്ടിരുന്ന വാശികയറ്റിലും പെറ്റുവെക്കുമായിരുന്നു ഞങ്ങളുടെ പ്രധാന നേരം പോക്ക്. കോച്ചില്ലാത്ത സമയങ്ങളിൽ മിക്കപ്പോഴും മസ്താനായിരുന്നു ടീമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത്. അനാഥനായ മസ്താനെ കോളേജിൽ തന്നെ നിർത്താൻ അച്ഛന്മാർ കണ്ടറിഞ്ഞു കൊടുത്തൊരു ചുമതലയായിരുന്നു അത്. പുള്ളിയുടെ ചിലവുകളെല്ലാം കാലങ്ങളായി നോക്കിയിരുന്ന കോളേജ് മാനേജ്മെൻറ്റ് തന്നെയായിരുന്നു. തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും മസ്താൻ്റെ കീഴിൽ കളിക്കാരെപ്പോഴും ഒറ്റക്കെട്ടായിരുന്നു. ക്ലീറ്റർ സംഘത്തിന് പെൺകുട്ടികളിൽ നിന്ന് കണക്കിന് തെറിവിളി കിട്ടിക്കൊണ്ടേയിരുന്നു. അതിനെല്ലാം കണക്ക് തീർക്കുന്നത് ഞങ്ങളോടായിരുന്നു. പതിവ് പോലെ അന്നൊരു ദിവസം എല്ലാവരും റൂമിലേക്ക് എത്തി. ഹോസ്റ്റലിലേക്ക് പേര് ചേർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അയ്യോ ചേട്ടാ, ഓട്ടം തുള്ളൽ ഞാൻ കണ്ടിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാ നിന്നെ കൊണ്ട് ഞാൻ തുള്ളിക്കും? ആരൊക്കെ പാടണം ആരൊക്കെ തുള്ളണം തീരുമാനിക്കുന്നേ ഞങ്ങളാ. പറയുന്ന അങ്ങ് ചെയ്താൽ മതി. അപ്പൊ പറഞ്ഞ പോലെ നിങ്ങൾ രണ്ടുപേരും ഡാൻസ്. ഇവർക്ക് എന്ത് പണി കൊടുക്കും? ഞങ്ങൾ മൂന്നുപേരും നാടകം കളിക്കാം. യേശുവിനെ ഒറ്റ യൂതാ. ഞാൻ പള്ളിയിൽ കളിച്ചിട്ടുണ്ട്. സൂപ്പർ. നീ നാടൻ കളി ഞങ്ങൾ പണ്ടേ കണ്ടതല്ലേ. ഇനി അത് വേണ്ട. നീ മാത്രം ഒന്നിനും ചേരണ്ട. നിനക്ക് ഞങ്ങളുടെ വക വേറെ ഡ്യൂട്ടി ഉണ്ട്.